ഹലോ സെൻട്രൽ ഹൗസിലേക്ക് സ്വാഗതം. നമ്മുടെ വീട് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ വീട്ടിലേക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. സ്വാമി വിവേകാനന്ദൻ്റെ വീട് വന്നിട്ട് നമ്മുടെ ചെന്നൈയിലാണ്. ചെന്നൈയിലുള്ള സ്വാമി വിവേകാനന്ദൻ്റെ വീട്ടിലേക്കാണ് നമ്മളിന്നത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. നമ്മളിവിടെ ചെന്നൈയിൽ ആ മറീന ബീച്ചും ചെന്നൈ ലൈറ്റ് ഹൗസിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് വരും നമ്മുടെ വിവേകാനന്ദൻ്റെ ഈ ഹൗസ്. ചെന്നൈയിലുള്ള മറീന ബീച്ചിൻ്റെ ലൈറ്റ് ഹൗസിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കയറി കാണാൻ ശ്രമിക്കുക. ചെന്നൈ ലൈറ്റ് ഹൗസിന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ആ വിവേകാനന്ദൻ്റെ ഹൗസ് കാണും. ഇതാണ് ആ സ്വാമി വിവേകാനന്ദൻ്റെ വീട്. ഇനി സ്വാമി വിവേകാനന്ദൻ്റെ ഈ ഹൗസ് വന്നിട്ട് ഹെറിറ്റേജ് മ്യൂസിയമായിട്ടും കൂടെയാണ് അവരിത് ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ ഹെറിറ്റേജ് മ്യൂസിയത്തിനകത്ത് നമ്മൾ ചെന്ന് ഫസ്റ്റ് കയറുമ്പോഴത്തേക്കും കുറേ പെയിൻറ്റിങ്സും അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു സിനിമ പോലെയും പിന്നെ ഒരു VR എക്സ്പീരിയൻസ് പിന്നെ 3D ഷോ ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രി ടൈമിംഗ് വന്നിട്ട് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ, പിന്നെ ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 7:15 വരെയാണ് ഇതിൻ്റെ അകത്ത് കയറാനുള്ളത്. നമുക്കിവിടെ വണ്ടിയും കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി നല്ലൊരു സ്പേസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ഇത് എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. തിങ്കളാഴ്ച മാത്രമാണ് ഇവിടെ ഹോളിഡേ ആയിട്ടുള്ളത്. ബാക്കി എല്ലാ ദിവസവും ഈ പറഞ്ഞ ടൈമിങ്ങിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കാണാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ് റേറ്റ് വന്നിട്ട് ഒരാൾക്ക് 40 രൂപയാണ്, കുട്ടികൾക്ക് 10 രൂപയാണ്. 40 രൂപയ്ക്ക് ടിക്കറ്റ് നല്ല വെർത്താണ്. കാരണം നല്ല ഒരു കിടിലൻ എക്സ്പീരിയൻസ് കൂടെ ആയിരിക്കും നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും അറിയാൻ പറ്റുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് സ്വാമി വിവേകാനന്ദൻ്റെ ഹിസ്റ്ററിക് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതൊക്കെ നല്ല രീതിയിലാണ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ചിലതൊക്കെ മൂവി രീതിയിൽ, ചിലത് VR രൂപത്തിൽ, പിന്നെ 3D രൂപത്തിലൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മളിവിടെ ആദ്യം ചെന്ന് കയറിയപ്പോഴത്തേക്കും നമ്മളിവിടെ ഫസ്റ്റ് കയറി കാണുമ്പോഴത്തേക്കും കുറേ പെയിൻറ്റിങ്സും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഒരു സെക്ഷനിൽ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മേലോട്ട് പോകുമ്പോഴാണ് ഈ 3D ഷോയും VR ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് കുറച്ചുകൂടെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വിവേകാനന്ദൻ്റെ ഹൗസിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ രൂപം നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നതാണ്. ആ കടലിൻ്റെ അങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു വിവേകാനന്ദൻ്റെ ആ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഒരു മിനിയേച്ചർ നമുക്കിവിടെ നിന്ന് കാണാം. ഇവിടുന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു മൂവി ഷോ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊന്നും കാണുന്നില്ല. എല്ലാവരും മാക്സിമം ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ നോക്കുക. ഇതാണ് ആ ഒരു മൂവി തിയേറ്റർ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് VR ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.